ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സർക്കാർ എഴുതി കൊടുത്ത നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആദ്യത്തെ 2-3 വാചകവും അവസാനത്തെ ഒരു ഖണ്ഡികയും വായിച്ച് ആ പ്രസംഗം അവിടെ അവസാനിപ്പിച്ച് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാവുന്നവർക്ക് ആർക്കും അത്ഭുതം തോന്നിയില്ല. പിന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായിട്ട് വായിച്ചുകൊള്ളണം എന്ന് ഭരണഘടനയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയൊക്കെ വിധിയും ഉണ്ടായിട്ടുണ്ട്. ഇത് ആരിഫ് മുഹമ്മദ് ഖാനായിട്ട് ആരംഭിച്ച പരിപാടിയല്ല. 1967 പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ഒരു റിട്ടയർഡ് ICS ഉദ്യോഗസ്ഥൻ ധരം വീര തുടങ്ങി വെച്ചതാണ്. അന്ന് ബംഗ്ലാ കോൺഗ്രസ് നേതാവ് അജയ് മുഖർജിയാണ് ബംഗാളിലെ മുഖ്യമന്ത്രി, ജ്യോതി ബസുവാണ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു പ്രസംഗമാണ് ആ ധരം വീരയ്ക്ക് വായിക്കാനായിട്ട് സർക്കാർ എഴുതി കൊടുത്തു. മുന്നണി സർക്കാർ ധരം വീര അത് വായിച്ചു നോക്കി. പുള്ളി കേന്ദ്ര ഗവൺമെൻറ്റിന് താല്പര്യമില്ലാത്ത ആ കണ്ണികളെല്ലാം വിട്ട് അദ്ദേഹത്തിന് പ്രസക്തമാണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രം വായിച്ച് ആ കടലാസ് മേശപ്പുറത്ത് വെച്ച് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. അന്നത് വലിയ കോളനൊക്കെ സൃഷ്ടിച്ചു. ഒരു സർക്കാർ എഴുതി കൊടുത്ത നയപ്രഖ്യാപനം ഗവർണർ എങ്ങനെ വായിക്കാതിരിക്കും, അങ്ങനെയും സാധിക്കും എന്ന് അദ്ദേഹം തെളിയിച്ചു. പിന്നീട് അത് പല സ്ഥലത്തും അരങ്ങേറി. കേരളത്തിൽ തന്നെ സുഖദേവ് സിംഗ് കാങ്ക് ഗവർണറായിരിക്കുന്ന സമയത്ത് AK ആൻ്റണി എഴുതി കൊടുത്ത നയപ്രഖ്യാപനത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിനെ ദൂഷിക്കുന്ന പല ഭാഗങ്ങളുണ്ട്, ഇടതുപക്ഷ സർക്കാരിന്. പക്ഷേ കാങ് അത് വായിച്ചില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഖണ്ഡികകൾ ഒഴിവാക്കിയിട്ടാണ് നയപ്രഖ്യാപനം പൂർത്തീകരിച്ചത്. ആരിഫ് ഖാനിലെത്തിയപ്പോഴത്തേക്ക് അത് ഒരു പടി കൂടി കടന്നുപോയി. ഖാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതാണ് ഈ നയപ്രഖ്യാപനത്തിലെ ഭൂരിപക്ഷവും എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ 4-5 വാചകം വായിച്ചു. പിന്നെ അവസാനത്തെ ഒരു ഖണ്ഡിക വായിച്ചു. എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ് ഉണ്ടായത്. പിന്നീട് അതിനെക്കുറിച്ച് നന്ദിപ്രമേയം അവതരിപ്പിക്കുകയും നന്ദിപ്രമേയം കേരള നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. ഇത് വായിക്കാത്ത നയപ്രഖ്യാപനത്തിനാണ് നന്ദി, കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് പ്രമേയം പാസ്സാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകൾ ഇവിടെ നടക്കുമ്പോൾ കേരള ഗവർണർ ഇത്രയും ചെയ്താൽ പിന്നെ തമിഴ്നാട് ഗവർണർ എന്ത് ചെയ്യണം? അദ്ദേഹം ഇതിനേക്കാൾ കൂടിയ ഒരു മുതലാണ്. പുള്ളി ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥനാണ്, RN രവി. ഈ നയപ്രഖ്യാപന പ്രസംഗം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അറിയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ തമിഴ്നാട് മുതലമൈച്ചർ MK സ്റ്റാലിന് അത് ബോധ്യമായില്ല. സ്റ്റാലിൻ എഴുതിയാൽ അത് രവി വായിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശാഠ്യം. ഗവർണർ രവി സഭയിലെത്തി. അദ്ദേഹത്തെ പതിവ് പോലെ സ്പീക്കറും മുഖ്യമന്ത്രിയും കൂടി സ്വീകരിച്ചു. അദ്ദേഹം സഭാതലത്തിലെത്തി മൈക്ക് വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ നയപ്രഖ്യാപനം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തു ചെയ്യും? ഇതിനോട് എനിക്ക് വലിയ വിയോജിപ്പാണുള്ളത്. ഇതിനോട് എനിക്കൊരു തരത്തിൽ യോജിക്കാൻ കഴിയുകയില്ല. ഇത് വായിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആ നയപ്രഖ്യാപന പ്രസംഗം മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? ഇത് കേരള ഗവർണറെ വെട്ടുന്ന സ്ഥാനമാണ് തമിഴ്നാട് ഗവർണർ. അതിനെ തുടർന്ന് ഇളിഭ്യനായ തമിഴ്നാട് നിയമസഭാ സ്പീക്കർ ആ നയപ്രഖ്യാപനം എടുത്ത് വായിച്ചു. ഇപ്പോൾ പള്ളിയിൽ കല്യാണത്തിന് അച്ഛനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കപ്പ്യാർ കല്യാണം നടത്തും എന്ന് പറഞ്ഞ പോലെ, അച്ഛനില്ലാത്ത കല്യാണം കപ്പ്യാർ നടത്തുന്ന പോലെ ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപനം ഗവർണർ വായിക്കാത്തതുകൊണ്ട് സ്പീക്കർ വായിച്ചു. അതും ഒരു നയപ്രഖ്യാപനമായിട്ട് സ്വീകരിക്കപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. ഇനി അത് ശരിയോ തെറ്റോ എന്നുള്ള വ്യവഹാരം ഇനി സുപ്രീം കോടതിയിൽ വേറെ നടക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടനാ സംവിധാനങ്ങളിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റുകാരെ അറസ്റ്റ് ചെയ്ത സെന്തിൽ ബാലാജി എന്നൊരു മന്ത്രിയെ പിരിച്ചുവിടണം എന്ന് ഗവർണർ രവി ആവശ്യപ്പെട്ടു. പക്ഷേ മുതലമൈച്ചർ കൂട്ടാക്കിയില്ല. അയാൾ ജയിലിൽ കിടക്കുകയാണ്, എത്രയോ മാസങ്ങളായിട്ട് ജയിലിലാണ്. എന്നാൽ രാജിവെക്കുകയില്ല, വകുപ്പില്ലാ മന്ത്രിയായിട്ട് ജയിലിൽ കിടക്കും. അങ്ങനെ ജാമ്യം കിട്ടാതെ ഈ കഴിഞ്ഞ ദിവസമാണ് സെന്തിൽ ബാലാജി രാജിവെച്ചത്. ഇപ്പോൾ നയപ്രഖ്യാപനം വായിക്കാതെ പിന്നെയും ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ഒരു വഴിക്കാക്കിയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്തായിരിക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാനേ സാധ്യമല്ല. എന്തും സംഭവിക്കാം. ഗവർണറെ DMK പ്രവർത്തകർ ചേർന്ന് രാജ്ഭവനിൽ നിന്ന് ഇറക്കി വിടുമോ, അതോ ഗവർണർ സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം ആകെ പരാജയപ്പെട്ടു എന്ന് കാണിച്ച് വടക്കോട്ടേക്ക് റിപ്പോർട്ട് അയക്കൂ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ കളി ഇവിടെ അവസാനിക്കില്ല എന്ന് മാത്രമേ നമുക്കറിയാം. ഈ രാജ്യത്ത് ജനാധിപത്യം ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഗവർണർക്ക് എങ്ങനെ ഇതിന് ധൈര്യം വന്നു എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ പറയുന്നതും അഭിപ്രായ സർവേക്കാർ പറയുന്നതുമൊക്കെ മോഡി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ തമിഴ്നാട്, കേരളം പോലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇന്ത്യ സഖ്യത്തിന് മുൻകൈ ഉണ്ടാകുകയുള്ളൂ. ബാക്കി എല്ലായിടത്തും BJP മുന്നോട്ട് വരും എന്നാണ്.
മാത്രമല്ല കോൺഗ്രസ്സിലൊക്കെയുള്ള പല നേതാക്കന്മാരും ഈ പച്ചപ്പ് നോക്കി ദേശാടന കിളികളെ പോലെ പറന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അശോക് ചവാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച്. അതിനു മുമ്പ് മിലിന്ദ് ദേവറ രാജിവെച്ചു. ഇനി അടുത്ത ഊഴം കമൽനാഥിൻ്റെ ആണെന്ന് കേൾക്കും. അപ്പോൾ ഇങ്ങനെ മാറുന്നതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ്സിൽ നിന്നിട്ട് ഇനി ഫലമില്ല, കാര്യമില്ല. ഉള്ള നേരത്തെ കാലത്തെ BJPയിൽ പോയി കയറി കഴിഞ്ഞാൽ അവിടുത്തെ വരാന്തയിലോ കോലായനോ തൊഴുത്തിനോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരവസരം കിട്ടും, രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് ലഭ്യമുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോകുന്നത്. അല്ലാണ്ട് BJP നന്നാക്കാമെന്ന് വിചാരിച്ചു, രാജ്യത്തെ സേവിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അങ്ങനെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ അശോക് ചവാനെ പോലെ വമ്പിച്ച തട്ടിപ്പുകൾ നടത്തി പിടിക്കപ്പെട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടുവന്ന ആളുകൾ വരെ BJPയിലേക്ക് പോവുകയാണ്. അതിന് രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറു പാർട്ടികൾ നേരത്തെ നിതീഷ് കുമാർ നിന്ന നിപ്പിലും മുന്നണി മാറി. അതുപോലെ അജിത് സിംഗിൻ്റെ മകൻ ജയന്ത് ചൗധരി മറുകണ്ടം ചാടി. മറ്റ് പലരും മറുകണ്ടം ചാടാൻ തയ്യാറായിട്ട് നിൽക്കും. ഇന്ത്യ സഖ്യമാണെങ്കിൽ വർക്കൗട്ട് ആവുന്നില്ല. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറയും. തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു കിടന്നു. അങ്ങനെ അവരുടെ സ്ഥിതി മൊത്തം പരിതാപകരമാണ് എന്ന് പറയുമ്പോൾ ഗവർണർമാർക്ക് തീർച്ചയായിട്ടും ഹുങ്ക് വർദ്ധിക്കും. ഞങ്ങൾക്ക് കേന്ദ്രമുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഉണ്ട് എന്ന തോന്നൽ രവിക്ക് മാത്രമല്ല മിക്കവാറും എല്ലാ ഗവർണർമാർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ്, ആ ഒരു ചങ്കൂറ്റത്തിലാണ് ഇവർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ 1-2 വാചകങ്ങൾ വായിച്ച് നിർത്തുന്നത്. അല്ലെങ്കിൽ തീരെ വായിക്കാതെ ഞാനിത് വായിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ഏതായാലും ജനാധിപത്യം ഇങ്ങനെ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ അവകാശമുണ്ട്. ഇനിയും ഇതിനേക്കാൾ ഗംഭീരമായ കാഴ്ചകൾ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ നിർത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.